ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ട്രാവൽസ് ആഷിഖിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് മൂന്നാറിൽ നിന്നും മറയൂർ വഴി വട്ടവടയിലേക്കാണ്. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. വർഷം മുഴുവൻ തണുത്ത കാലാവസ്ഥയ്ക്ക് പേരുകേട്ട ഒരു ശാന്ത പ്രദേശമാണ്. മൂന്നാറിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് കാന്തല്ലൂരുള്ളത്. സൗമ്യമായ കാലാവസ്ഥ കാരണം സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കാന്തല്ലൂർ. കേരളത്തിന് മറ്റൊരിടത്തും കാണാൻ പറ്റാത്ത വൈവിധ്യമാർന്ന വിളകളുടെ ആവാസ കേന്ദ്രമാണ്. ഓറഞ്ച്, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, പ്ലം, നെല്ലിക്ക, പീച്ച്, പാഷൻ ഫ്രൂട്ട്സ് തുടങ്ങിയ നിരവധി ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു. ആപ്പിൾ കൃഷിയും ഇവിടെ നല്ലൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ മറ്റേ കുളുക്കുമലൊക്കെ പോയിട്ട് വരുന്നതാ. കുളുക്കുമല പോയി വട്ടവട സോളാണ്. മൂന്നാറിൽ നിന്നും മറയിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലമാണിത്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ നമ്മൾ മറയൂരെത്തി. മറയൂരിൽ നിന്ന് കാന്തല്ലൂർ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലാണ് ഈ ശർക്കര ഫാക്ടറി ഉള്ളത്. ഒരുതരം എല്ലാ വീഡിയോസിലും ഈ ശർക്കര ഫാക്ടറി കണ്ടിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ ശർക്കര ഉരുക്കി ഉണ്ടാക്കുന്നതാണ് കാണുന്നത്. എത്ര സമയം പിടിക്കും ഇതെടുക്കാനായിട്ട്?
സെക്രട്ടേറിയറ്റിൽ ഇരുന്നില്ല. അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങുകയും അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് കാന്തല്ലൂരേക്ക്. അങ്ങനെ നമ്മൾ കാന്തല്ലൂർ പുറപ്പെട്ടു. അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനായ കാന്തല്ലൂർ എത്തിയിരിക്കുകയാണ്. കാന്തല്ലൂരിലെ ഒരു ചെറിയൊരു മാർക്കറ്റാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സുകളും ലഭിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം മാർക്കറ്റിൽ ഒന്ന് ചുറ്റി കറങ്ങി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ആനമുടി ഷോലയാണ്. ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് പോകാനുള്ള പരിപാടിയാണ്. ട്രക്കിങ്ങിന് ഒരാൾക്ക് 300 രൂപയാണ് വരുന്നത്. സെർനെ നമസ്കാരം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരുപാട് ഓറഞ്ച് തോട്ടമുണ്ട്. ഓറഞ്ച് കുറേ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗൈഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് പേര് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ നടന്നിട്ട് വേണം ട്രക്കിങ്ങിന് പോകാൻ. അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കുറേ ആളുകളുണ്ട് കൂടെ പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ നടത്തം തുടങ്ങിയിട്ടാണ്. ഭീകരമായ കാടാണ്. ഫുള്ള് കാടാ ചുറ്റും. നല്ല കോടമഞ്ഞ്. നല്ല കയറ്റമാണ്. ഒരു വാട്ടർഫാൾസിൻ്റെ സൗണ്ട് കേൾക്കണ്ട. എളുപ്പമല്ല. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് വീണ്ടും കാന്തല്ലൂർക്ക് എത്തിയേക്കാണ്. കാന്തല്ലൂരിലുള്ള ഒരു കൃഷിയിടത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട്. സ്ട്രോബെറി അധികം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കാന്തല്ലൂർ. ഈ തോട്ടത്തിൽ കുറച്ച് സ്ട്രോബെറി ഉള്ളൂ.
സ്ട്രോബെറി പൂവിട്ട് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. ചില ഇതിൽ മാത്രമാണ് സ്ട്രോബെറി ഉള്ളത്. അപ്പോൾ അവരുടെ സമ്മതത്തോടുകൂടി നമ്മൾ അവരുടെ തോട്ടത്തിലേക്ക് ഇറങ്ങി. ഫാമിലധികം സ്ട്രോബെറി ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ അധികം നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ മുമ്പിൽ കുറച്ച് പിള്ളേർ കുറ്റിയും കോലും കളിക്കുന്നത് കണ്ട് നമ്മുടെ പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോയ കാരണം കുറച്ച് നേരം കളി കണ്ട് കുറച്ച് നേരം നിന്ന്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് പോലും കാണാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് കുറ്റിയും കോലും. ഒരു 90s ഒരു നൊസ്റ്റാൾജിയാണിത്. അപ്പോൾ പിള്ളേർ കളിക്കാൻ കണ്ടപ്പോൾ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള വേറൊരു ഫാമിലി നമ്മൾ കണ്ട്. പക്ഷേ ഇവിടെ സ്ട്രോബെറി ഒന്നും ആയി തുടങ്ങിയിട്ടില്ല. ഇവിടെ പൂവിട്ട് വിരിഞ്ഞ് സ്ട്രോബെറി ആയി പച്ചപ്പ് അതേ ആയിട്ടുള്ളൂ. ഇനിയൊരു മാസം കൂടി പിടിക്കുന്നുണ്ട് പറഞ്ഞത് അവർ സ്ട്രോബെറി ഒന്ന് വിളവെടുക്കാനായിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങും. അപ്പോൾ ആനക്കോട്ട പാറയിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ആന പരിപാലന കേന്ദ്രമുണ്ട്. പിന്നെ കുറച്ച് മുനിയറുകളുണ്ട്. ഇത് മറയിൽ നിന്ന് കാന്തല്ലൂർക്ക് പോണ വഴികളിലാണ്. നമ്മൾ പോകുന്ന വഴി ഈ വീഡിയോസൊന്നും എടുത്തില്ല. റിട്ടേൺ തിരിച്ചു വരുന്ന സമയത്താണ് ഈ വീഡിയോസ് എടുത്തത്. നമ്മളൊരു ട്രിപ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും മറയൂർ കാന്തല്ലൂർ പോയിട്ട് വരാൻ എളുപ്പമല്ല. അപ്പോൾ എല്ലാവരും പോകുകയാണെങ്കിൽ സ്റ്റേ ചെയ്തിട്ടൊക്കെ കാന്തല്ലൂർ വന്ന് സ്റ്റേ ചെയ്ത് ഒന്ന് എക്സ്പ്ലോർ ആയിരിക്കും കുറച്ചും നല്ലത്. അങ്ങനെ പോകുന്ന വഴിയിൽ തന്നെ കരിമ്പ് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് നമ്മൊരു മുൻകൂട്ടി പ്ലാനില്ലാണ്ട് ഒരു ചെറിയ യാത്രയാണ്. അപ്പോൾ ഇതിൽ പരമാവധി ഒരു ദിവസം കൊണ്ട് നമുക്ക് പരമാവധി എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും പോകുകയാണെങ്കിൽ 1-2 ദിവസം ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റുള്ളൂ. കാന്തല്ലൂർ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് നമ്മൊരു ഏകദേശം ഒരു മാസം മുമ്പ് എടുത്ത വീഡിയോ ആണിത്. മറയിൽ നിന്ന് നമ്മൾ യാത്ര തുടർന്നു. യാത്ര തുടർന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സിംഹവാലങ്ങ കുരങ്ങനെ കണ്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് അതിൻ്റെ ഓരോ എക്സ്പ്രഷനുകളൊക്കെ കുറച്ചെടുത്ത് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു വീഡിയോ ആണിത്. അങ്ങനെ സിംഹവാലം കുരങ്ങനെ കണ്ട് നമ്മൾ മൂന്നാറിലേക്ക് തിരിച്ചു വരുന്ന വഴിയിലാണ് മനോഹരമായൊരു കാഴ്ച കണ്ടത്. അവസാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതോടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.